മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടിയാണ് രക്ഷകൻ കടന്നു വരുന്നത്. രക്ഷകൻ കടന്നു വരുമ്പോൾ രക്ഷകനെ നമ്മെ രക്ഷിക്കുവാൻ ആരെ കൊണ്ട് സാധിക്കും നമ്മൾ ആദ്യം നോക്കണം. മനുഷ്യനെ രക്ഷിക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യം പഠിച്ചു, ദൈവരാജ്യം എന്ന വിഷയത്തിൽ നമ്മൾ പഠിച്ചു, മനുഷ്യന് രക്ഷ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ രക്ഷകൻ വരണം. അപ്പോൾ രക്ഷകൻ എന്ത് ചെയ്യണം നമ്മൾ വിചിന്തനം ചെയ്യാം. എപ്പോഴാണ് മനുഷ്യകുലത്തേക്ക് പാപം കടന്നു വന്നത്? ദൈവത്തിൻ്റെ ശരിയല്ല എൻ്റെ ശരി എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം നിറവേറണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ സ്വന്തം ഇഷ്ടം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് പാപം കടന്നു വരുന്നത്. അപ്പൊ തിരിച്ച് രക്ഷ കടന്നു വരണമെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തു പറയണം? ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ രക്ഷ അതുപോലെ കടന്നു വരും. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, മനുഷ്യനായിരിക്കണം ഇത് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, അധികാരം പിശാചിന് തിരിച്ചു പിടിക്കണം. മൂന്നാമത്തെ കാര്യം, മരണത്തെ തോൽപ്പിക്കണം. നാലാമത്തത്, പരിശുദ്ധാത്മാവിനെ തരണം. ഇതാണ് രക്ഷകൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആരാണ് രക്ഷിക്കേണ്ടത്? മനുഷ്യനാണ് രക്ഷിക്കേണ്ടത്. അപ്പോൾ മനുഷ്യൻ നമ്മെ രക്ഷിക്കണമെങ്കിൽ ഏതെങ്കിലും മനുഷ്യനെ കൊണ്ട് ഇത് സാധിക്കൂ? സാധിക്കുകയില്ല. എന്താ കാരണം? ദൈവം ആദ്യത്തെ സൃഷ്ടിച്ചത് ഏദൻ തോട്ടത്തിലാണ്. ആദ്യത്തെ മനുഷ്യൻ ഏദൻ തോട്ടത്തിലാണ്. ആ മനുഷ്യൻ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചിട്ട് അനശ്വരതയിൽ അമർത്യതയിൽ നിൽക്കുകയാണ്. അവനാണ് ദൈവസന്നിധിയിൽ നിന്ന് താഴേക്ക് വീണു പോയത്. അപ്പോഴാണ് ഏദൻ തോട്ടത്തിന്റെ താഴേക്ക് അനശ്വരതയിൽ നിന്ന് അശ്വരതയിലേക്ക് പ്രപഞ്ചം നിർബന്ധിച്ചത്. അപ്പോൾ വിശുദ്ധമായതിൽ നിന്നുണ്ടാകുന്നതെല്ലാം വിശുദ്ധമാണ്, പരിശുദ്ധമായതിൽ നിന്നുണ്ടാകുന്നതെല്ലാം പരിശുദ്ധമാണ്, അശുദ്ധമായതിൽ നിന്നുണ്ടാകുന്നതെല്ലാം എന്താണ്? അശുദ്ധമാണ്. അപ്പൊ മനുഷ്യനിൽ നിന്ന് വീണ്ടും മനുഷ്യൻ ഉണ്ടാകുമ്പോൾ പരിശുദ്ധിയിൽ നിന്നാണോ ജനിക്കുന്നത്? അല്ല, മനുഷ്യനിൽ നിന്നാണ് ജനിക്കുന്നത്. മനുഷ്യൻ അശുദ്ധമായി വീണടങ്ങിയ, നശ്വരതയിൽ വീണടങ്ങിയ, അത് ഉണ്ടാകുന്നതെല്ലാം അതേപോലെ നശ്വരങ്ങളും അതേപോലെ തന്നെ അശുദ്ധവുമാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു അശുദ്ധിയെ പറയുന്ന പേര് ഉത്ഭവഭാവം. അപ്പൊ അതൊരു പാപമല്ല, അതൊരു അവസ്ഥയാണ്. ദൈവത്തിന്റെ പരിശുദ്ധി വിട്ടിറങ്ങി വീണിരിക്കുന്നു, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടവരിൽ നിന്നും ജനിച്ചുകൊണ്ടിരിക്കുന്നു, നശ്വരയിൽ നിന്നും നശ്വരത കടന്നു വന്നിരിക്കുന്നു. അനശ്വരമല്ല, മർത്യതയിൽ നിന്നും മർത്യതയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യരും. അപ്പൊ ഇതിന് പറയുന്ന വരെ ഉത്ഭവഭാവം. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ശക്തമായി പറഞ്ഞു ഹല്ലേലൂയ. ഇങ്ങനെയാണ് മനുഷ്യനായിരിക്കുന്നത്. അപ്പൊ മനുഷ്യനിൽ നിന്ന് ഏദൻ തോട്ടത്തിൽ അനശ്വരതയിലായിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ദൈവത്തിന് കൂടെ നടന്ന മനുഷ്യന് പറ്റിയില്ലെങ്കിൽ, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കൊണ്ട് ഇത് പറ്റുന്ന കാര്യമാണോ? അല്ല. ഇനി ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു മാലാഖയ്ക്ക് പറ്റുമോ? ഒരു മികാൽ മാലാഖ വിചാരിക്കണം മനുഷ്യനായി ഭൂമിയിലേക്ക് വരാമെന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമാണോ? അങ്ങനെ വന്നാൽ പോലും അവന് ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? ദൈവത്തെ മുഖാഭിമുഖം കണ്ട മാലാഖമാരിൽ 3 ഗണം വഴിതെറ്റിപ്പോയി. എന്നിട്ട് അവർ വഴി തെറ്റാതിരിക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ പരിശുദ്ധം പരിശുദ്ധം എന്ന് പറഞ്ഞാൽ ഇതൊരു ചേർന്ന് നിൽക്കുക. അവർക്ക് ഈ നശ്വരമായ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യാവതാരം എടുത്ത സ്ഥിതി എന്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്. ഇത് ആർക്കും സാധ്യമല്ല. ആർക്കേ പറ്റൂ? ദൈവത്തിനെ പറ്റൂ. ആർക്കേ പറ്റൂ? ദൈവത്തിനെ പറ്റൂ. അപ്പോൾ കാലസമ്പൂർണതയിൽ ദൈവം തീരുമാനിക്കുകയാണ്, ഞാൻ തന്നെ നിങ്ങളെ വന്ന് രക്ഷിക്കാം, മനുഷ്യനെ രക്ഷിക്കാം. അപ്പോ ദൈവം അപ്പൊ എന്തു ചെയ്യണം? മനുഷ്യനാവണം. മനുഷ്യന് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. മനുഷ്യനാവണം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനുഷ്യൻ എന്തൊക്കെയുണ്ട്? ശരീരമുണ്ട്, ആത്മാവുണ്ട്. അപ്പോൾ ഭൂമിയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിന് നമ്മൾ എന്താ പറയാ? പുത്രൻ, വചനം. അപ്പോൾ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് വചനമാകുന്ന ദൈവമാണെങ്കിൽ മനുഷ്യനാവേണ്ടത് ഇപ്പൊ ആരാണ്?
വചനമാകുന്ന ദൈവം. വചനമാകുന്ന ദൈവം അപ്പോൾ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്, മനുഷ്യാവതാരം എടുക്കാൻ വരികയാണ്. ഇങ്ങനെ കടന്നു വരുന്നതാണ് പുത്രൻ, കടന്നു വരികയാണ്. വചനമാകുന്ന ദൈവം മനുഷ്യാവതാരം എടുക്കാൻ പോകാന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ദൈവമായുള്ള സമാധാനം നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ, ഹല്ലേലൂയ. വചനമാകുന്ന ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് കൂടെ തുല്യ മഹത്വമാണ്, പരിശുദ്ധാത്മാവിന് മഹത്വമാണ്, തുല്യരാണ്, ഒക്കെയാണ്, ശരി, സമ്മതിച്ചു. പക്ഷെ പുത്രൻ തമ്പുരാൻ വചനമാകുന്ന ദൈവം തീരുമാനിക്കുകയാണ് ദൈവത്വമുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ശൂന്യമാകാൻ. ശൂന്യമായാലും ദൈവം ദൈവമല്ലേ? ദൈവം ദൈവമല്ലേ? ദൈവം ദൈവമല്ലേ? അത് ശൂന്യമാകുന്ന പറഞ്ഞാൽ ദൈവം ഇല്ലാതെയാവാന്നല്ല അർത്ഥം. ദൈവത്തിന്റെ സകല മഹത്വങ്ങളും സറണ്ടർ ചെയ്യാൻ പോവുക, മനുഷ്യനാവാൻ പോവുക എന്ന് തീരുമാനിക്കുക. എന്നിട്ട് മനുഷ്യനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രണ്ട് കാര്യം ഉണ്ടായിരിക്കണം. ഒന്ന്, മനുഷ്യ ശരീരം ഉണ്ടായിരിക്കണം. രണ്ട്, മനുഷ്യ ആത്മാവ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് മനുഷ്യാവതാരം എടുക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി ആയിരിക്കുന്ന ഒരു സ്ഥലം ചോദിക്കുന്നതാണ് മറിയം, ശരീരം ചോദിക്കുന്നതാണ് മറിയം. അതുപോലെ കന്യകാ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച്, വിശ്വാസപ്രമാണത്തിലുള്ളതാണ്, കന്യക ഗർഭം ധരിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ കന്യക എന്തിനാണ് ഗർഭം ധരിക്കണം? മനുഷ്യനാവണം. മനുഷ്യനാവാനുള്ള കണ്ടീഷൻസ് എന്താ? മനുഷ്യ ശരീരം വേണം. അപ്പൊ ദൈവത്തിന് എത്ര സത്തയുണ്ട്? തൃത്വത്തിൽ എത്ര സത്തയുണ്ട്? ഒറ്റ സത്തയേ ഉള്ളൂ. എന്താ സത്തയുടെ പേര്? ദൈവം, ദൈവിക ഉണ്മ, ദൈവിക സത്ത. മനുഷ്യനായി അവതരിക്കുമ്പോൾ മനുഷ്യനാവണം. അപ്പോ ഏത് സത്ത വേണ്ടേ? മനുഷ്യസത്ത വേണം. വേണ്ടേ? മനുഷ്യസത്ത വേണം. അപ്പോഴേ മനുഷ്യനാവുള്ളൂ. ദൈവമായ പോരാ, മനുഷ്യനാവണം. മനുഷ്യ ശരീരം വേണം, മനുഷ്യ ആത്മാവ് വേണം, ഒരു മനുഷ്യൻ, ഹ്യൂമാനിറ്റി, മനുഷ്യത്വം വേണം. മനുഷ്യത്വം എന്ന് പറയുന്നത് അർത്ഥം ക്യാരക്ടർ അല്ല, എന്താണ്? സത്തയെ പറയുന്നത്, ഹ്യൂമാനിറ്റി, സത്തയെ പറയുന്നത്. അപ്പൊ ദൈവം മനുഷ്യനായി അവതരിക്കാന്ന് പറയുമ്പോ തന്നെ തന്നെ ശൂന്യനാക്കി. ദൈവമാണ് അവൻ, അവൻ മനുഷ്യനാവാൻ തീരുമാനിച്ചു. അവന് പ്രത്യേകത, മനുഷ്യനാവാൻ തീരുമാനിച്ചു. അപ്പൊ മനുഷ്യനാവണമെങ്കിൽ സത്ത കിട്ടണം. സത്ത കിട്ടണമെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴുണ്ടാവുന്നത് രണ്ട് കാര്യത്തിലുണ്ടാവുന്നു. ഒന്നാമത്തെ കാര്യം എന്താ? മണ്ണുകൊണ്ട് മെനഞ്ഞപ്പോ മനുഷ്യനായി, അല്ലേ? ആദം അങ്ങനെ ഉണ്ടായത്, മണ്ണുകൊണ്ട് മെനഞ്ഞിട്ട്. രണ്ടാമത് മനുഷ്യനാവാനുള്ള സൂത്രം വഴി എന്താ? മനുഷ്യനിൽ നിന്ന് ജനിച്ചാൽ ഒക്കെ മനുഷ്യരാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഇതിന് ഏത് വഴി ഉദ്ദേശിക്കുന്നത്? വീണ്ടും മണ്ണുകൊണ്ട് മെനഞ്ഞിട്ടൊരു മനുഷ്യനാവാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല. കാരണം അത് ആദമാണ് തെറ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ പരമ്പരയിൽ കിട്ടണം. സ്ത്രീയുടെ സന്തതി ആയിരിക്കണം ആദ്യത്തെ കണ്ടീഷൻ. എന്താണ് സ്ത്രീയുടെ സന്തതി എന്നാണ് ആദത്തോട് പറഞ്ഞത്, അല്ലേ? ആദവും അവനും പറഞ്ഞത്, നീയും സ്ത്രീയും തമ്മിലും, നിന്റെ സ്ത്രീ പിശാചിന്റെ സന്തതിയും തമ്മിൽ, അങ്ങനെയാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ സ്ത്രീയുടെ സന്തതി. രണ്ടാമത്തെ കണ്ടീഷൻ അബ്രാഹത്തിന്റെ സന്തതി. അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം, നിന്റെ സന്തതി മൂലം അനുഗ്രഹിക്കപ്പെടും. അബ്രാഹത്തിന് കൊടുത്തൊരു വാഗ്ദാനം, അത് നിന്റെ സന്തതിയായിരിക്കും. മൂന്നാമതൊരു കണ്ടീഷൻ ദാവീദിന് കൊടുത്ത വാഗ്ദാന. അബ്രാഹത്തിന്റെ പരമ്പരയിൽപ്പെട്ട ദാവീദിനോട് പറഞ്ഞു, നിന്റെ പുത്രൻ എല്ലാ കാലത്തും രാജാവായിരിക്കും. ദാവീദിനും കിട്ടിയ സമ്മാനം, അതാണ് പരമ്പര കേട്ടോ. അവസാനം ആരിന്ന് ജനിച്ചു? ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു. എവിടെയത് പറയുന്നത്? റോമാക്കാരുടെ ലേഖനം 1:3. റോമ 1:3. പൗലോസ്ലീഹ മറിയത്തെ വിശേഷിപ്പിക്കുന്ന ഇപ്രകാരം, ദാവീദിന്റെ സന്തതി, ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു. ഹല്ലേലൂയ. പറഞ്ഞു വന്നെന്താ? ഈ മനുഷ്യത്വത്തിന് ഒരു ക്രമമുണ്ട്. മനുഷ്യനിൽ നിന്ന് തന്നെ വരണം. ആ ക്രമം അവിടെ വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കന്യകാ മറിയത്തിൽ നിന്ന് ഒരു ശരീരം സ്വീകരിച്ചേ പറ്റൂ.
മനസ്സിലാവുന്നുണ്ടോ? ഈ ശരീരം സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മനുഷ്യ ശരീരം സ്വീകരിക്കുമ്പോൾ മനുഷ്യ ആത്മാവിനെയും ആദാനം ചെയ്തു. കാരണം മനുഷ്യനാവണമെങ്കിൽ എന്ത് വേണം? ശരീരവും വേണം, ആത്മാവിന് വേണം. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? പുത്രനായ ദൈവം, വചനമാകുന്ന ദൈവം, ദൈവമാണ്. കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു. കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചപ്പോൾ തന്നെ ഒരു മനുഷ്യാത്മാവിനെയും സ്വീകരിച്ചു. വചനമാകുന്ന ദൈവത്തിൽ അപ്പോൾ എന്തുണ്ട്? ശരീരമുണ്ട്, മനുഷ്യശരീരമുണ്ട്, മനുഷ്യാത്മാവുണ്ട്. ഇതാണ് മനുഷ്യൻ, ഇതാണ് യേശു ക്രിസ്തു. അപ്പോൾ ഈ മനുഷ്യന് സ്വന്തമായൊരു ഇഷ്ടമുണ്ട്, ഹിതം, മനസ്സ്, അതുമുണ്ട്. കാരണം എന്താ? ദൈവത്തിന്റെ ശരിയല്ല ശരി, എന്റെ ശരിയാണ് ശരി എന്ന് പറഞ്ഞതാണ് ആദ്യം ചെയ്യുന്ന തെറ്റ്. അപ്പോൾ ഏതൊരു മനുഷ്യനാണോ ദൈവത്തിന്റെ ശരിയാണ് ശരി, അത് മാത്രമാണ് ശരി എന്ന് പറയുന്നത്, അവിടെയാണ് രക്ഷ കടന്നു വരിക. അപ്പൊ അതിനുവേണ്ടി എന്ത് വേണം? മനുഷ്യനെ ഒരു പൂർണ്ണ മനുഷ്യനായിരിക്കണം. യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനെന്ന് പറയുമ്പോൾ മനുഷ്യ ശരീരവും മനുഷ്യാത്മാവും മനുഷ്യന്റെ ഒരു മനസ്സുമുണ്ട്. ഇതാണ് ഒരു പോയിന്റ്. ആ മനുഷ്യൻ ദൈവമാണോ? ദൈവമാണ്. വചനമാണോ? വചനമാണ്. വചനം സ്വർഗം വിട്ടിറങ്ങി കന്യാമറിയത്തിൽ ആവസിച്ച് മനുഷ്യ ശരീരവും മനുഷ്യാത്മാവും മാനുഷിക മനസ്സും സ്വീകരിച്ചത് കംപ്ലീറ്റ് ഒരു മനുഷ്യൻ. ഇപ്പോൾ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ ഒരു കുട്ടിയുണ്ട്, മനുഷ്യക്കുട്ടി. ആ മനുഷ്യക്കുട്ടി ദൈവമാണ്. ആ കുഞ്ഞിനെ മറിയം പ്രസവിച്ചു. ആ മനുഷ്യ കുഞ്ഞ് ആരാണ്? ദൈവമാണ്. ഭൂമിയിൽ ജീവിച്ചു വെറും പച്ച മനുഷ്യനാണ് ഭൂമിയിൽ ജീവിച്ചു പോണത്. അവൻ കരയുന്നു, വിശക്കുന്നു, അവൻ ഉറങ്ങുന്നു, അവൻ മനുഷ്യനാണ്. മനുഷ്യൻ ആരാണ്? ദൈവമാണ്. അവൻ കുരിശിൽ കിടന്ന് വേദന സഹിച്ച് പിടയുന്നു, പിടഞ്ഞു മരിക്കുന്നു. ആ പിടഞ്ഞു മരിക്കുന്നത് ആരാണ്? ദൈവമാണ്. ഇതാണ് ക്രിസ്ത്യാനിറ്റി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ എന്റെ ഹിതമല്ല, പച്ച മനുഷ്യനായിട്ട് തീരുമാനിക്കണം. എന്റെ ഹിതമല്ല, നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറയുന്നിടത്താണ് രക്ഷ തിരിച്ചു കിട്ടുന്നത്. അപ്പൊ ആദ്യം പരാജയപ്പെട്ടത്, ആദ്യമാണ് മനുഷ്യൻ. യേശു സ്വയം എന്താ പറയുന്നത്? മനുഷ്യപുത്രൻ. അപ്പോൾ ഈ മനുഷ്യപുത്രന്റെ പ്രത്യേകത എന്താ? പിശാചിന് അവന്റെ മേൽ അധികാരമില്ല. കാരണം പാപമില്ല. അതുകൊണ്ട് പിശാചുകളെ പുറത്താക്കാൻ ആ മനുഷ്യന് അധികാരമുണ്ട്. കാരണം ഭൂമിയുടെ മേൽ അധികാരം ആർക്കാണ്? മനുഷ്യനാണ്. ആ മനുഷ്യന്റെ മേൽ പിശാചിന് അധികാരമില്ലാത്തത് കൊണ്ട് ആ മനുഷ്യന് അധികാരമുണ്ട്. പാപം മോചിക്കാൻ അധികാരമുണ്ട് ആ മനുഷ്യന്. അതുകൊണ്ട് തളർവാദ രോഗി സുഖപ്പെടുത്തിയിട്ട് യേശു മോചിക്കുവാൻ മനുഷ്യപുത്രനും അധികാരമുണ്ടെന്നറിയേണ്ടതിന് കിടക്കയും എടുത്ത് എഴുന്നേറ്റ് നൽകുക. മാർക്കോസ് 2:7. അതിന്റെ പോയിന്റ് ശ്രദ്ധിച്ചോ? ദൈവത്തിന് മാത്രമേ പാപം മോചിക്കാൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ ദൈവത്തിന് മാത്രമല്ല മനുഷ്യപുത്രനും ഈ അധികാരമുണ്ട്. കാരണം മനുഷ്യപുത്രന് ദൈവം ആദത്തിനെ സൃഷ്ടിച്ചത് അധികാരം കൊടുത്തിട്ടാണ്. പിശാചിനല്ല അധികാരം കൊടുത്തത്, ദൈവം കൊടുത്തിട്ടില്ല പിശാചിന് അധികാരം. അപ്പൊ പിശാചിന് അധികാരമില്ലാത്ത മനുഷ്യനുണ്ടായാൽ മതി. ആ പിശാചിന് അധികാരമില്ലാത്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രൻ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ദൈവം എന്ന നിലയ്ക്കല്ല, മനുഷ്യപുത്രൻ എന്ന നിലയ്ക്ക് പോലും പിശാചിനെ പുറത്താക്കാനും പാപം മോചിക്കാനും അധികാരമുള്ള ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഇനി ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ സ്വപ്നം എന്താണ്? ആഗ്രഹം എന്താണ്? ദൈവത്തിന്റെ ഹിതം ഭൂമി നിറവൻ. പിതാവിന്റെ ഇഷ്ടം എന്തോ അത് തന്നെ പുത്രന്റെ ഇഷ്ടം. അതാണ് അനുസരണം. അവൻ തന്നെ താഴ്ത്തി, കുരിശും മരണത്തോളം തന്നെ താഴ്ത്തി. ഈ താഴ്ത്തന്നെ പറഞ്ഞ പേര് കെനോസിസ്. ആ വാക്ക് കെനോസിസ്. ദൈവമായിരിക്കും തന്നെ ശൂന്യവൽക്കരിച്ച് ഇറങ്ങി വന്ന് തന്നെ താഴ്ത്തി, കുരിശും മരണത്തോളം താഴ്ത്തി എന്ന് പറയുന്നതിന് പ്രയോഗിക്കുന്ന പദപ്രയോഗമാണ് കെനോസിസ്. ശൂന്യവൽക്കരണത്തിന് പറയുന്ന പദം. ഇതാണ് അനുസരണത്തിന്റെ പ്രത്യേകത. അനുസരണത്തിന് ഭയങ്കര പ്രാധാന്യമാണ് സഭയിൽ. കാരണം എന്തിനനുസരിക്കുന്നത്?
ദൈവത്തിന്റെ ഇഷ്ടത്തോട് യെസ് ലോർഡ് പറയണതാണ് മനുഷ്യരക്ഷയുടെ അടിസ്ഥാനം. ഇതാണ് യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തി. അപ്പൊ ആദ്യം മുതലേ ഇപ്പൊ യേശുക്രിസ്തു ദൈവമാണോ? യേശുക്രിസ്തു ദൈവമാണോ? അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യേശുക്രിസ്തു ദൈവമാണെന്ന്? യേശുക്രിസ്തു ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷത്തിലെ യോഹന്നാൻ 1:8 1:18 എന്താ പറയുന്നത്? നമ്മൾ ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിലൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് വ്യക്തമായി പറഞ്ഞിട്ട് വരുന്നത്. പിന്നെ എന്താ പറയുന്നത്? വചനം മാംസമായി നമ്മുടെ ഉള്ളിൽ വസിച്ചു. എന്നിട്ട് യോഹന്നാൻ സ്ലീഹ ഇത് വ്യക്തമാക്കി പറയുന്നത് ഇപ്രകാരമാണ്. യോഹന്നാൻ 1:18 ഇതിനെ പറ്റി പറയുകയാണ്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. യേശു ദൈവമാണെന്ന് ബൈബിളിൽ പറയുന്ന പദം. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അപ്പൊ ദൈവത്തെ ആരും കാണാൻ പറ്റുന്നില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അല്ലേ? പിതാവായി ദൈവത്തിന് അറിഞ്ഞ് കാണാൻ പറ്റുന്നില്ല എന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ പുത്രനെ കണ്ടുമുട്ടുക. അതിനപ്പുറത്തേക്കല്ല, പുത്രൻ വരെ, പുത്രനും പിതാവുമായി ബന്ധത്തിൽ നമ്മൾ പുത്രനെ കണ്ടെത്തുന്നു. ഇതാണ് പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് പീലിപ്പോസ് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു എന്ന് പറഞ്ഞത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണും, എന്നിലൂടെയില്ലാതെ ആരും പിതാവിനെങ്കിലും എത്തുന്നില്ല. അതാണ് ട്രൂത്ത്. അപ്പൊ ഇതാണ് യേശു ദൈവമാണെന്ന് എവിടെ പറഞ്ഞിരുന്നത്? ബൈബിളിൽ പറഞ്ഞ ഒരു വചനം. പലയിടത്തും പിന്നെ പൗലോസ്യ ലേഖനത്തിലൊക്കെ യേശു ദൈവമാണെന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഇനി യേശു പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ചിലർ ചോദിക്കാറുണ്ട്, ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കൂ എന്ന് യേശു പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ ദൈവമാണ്, നിങ്ങൾ എന്നെ ആരാധിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദൈവമായി? യേശു ഒരു ദൈവം, പിന്നെ ഞാനൊരു ദൈവം, അങ്ങനെയായി മാറില്ലേ? അപ്പൊ ഞാൻ നിങ്ങൾ പറയണം, ഞാനാണ് യേശു, എന്നെ ആരാധിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ എത്ര ദൈവമായി? മറ്റു ദൈവമല്ല, യേശുവിനെ ഞാനാണ് സ്വയം പറയാൻ. അപ്പൊ ഞാനാണ് യേശു, എന്നെ ആരാധിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞോ എന്നാണ് അർത്ഥം, അല്ല എന്നാണ് അർത്ഥം? ദൈവമാണെന്ന് പറഞ്ഞു എന്ന അർത്ഥമല്ലേ? അപ്പൊ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായമാണ്, യാഹുവേ, ഞാൻ തന്നെ. പുറപ്പാട് 3:14. യേശു പറഞ്ഞു എന്നറിയാമോ? ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഞാൻ യാഹുവയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്നാണ് യേശു പറഞ്ഞത്. യോഹന്നാൻ 8:24. യോഹന്നാൻ 8:24. 8:28 ആവചനം വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയൊന്നും പ്രവർത്തിക്കുന്നില്ല, എന്നെ പഠിപ്പിച്ചത് ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശു ഈ ബന്ധം പറയുന്നത് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ വെച്ച് പറയുന്നത് കേൾക്കാം. അവിടെ മുതലേക്ക് കേൾക്കാം. സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദീക്ഷിച്ചു. യോഹന്നാൻ 5:16. യേശു അവരോട് പറഞ്ഞു, എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തനനിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം സാപത്ത് ദിവസവും പരിപാലനം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തെ പരിപാലിക്കുന്നു. അതുപോലെ ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുവും അതുപോലെ പരിപാലിക്കുന്നു എന്നാണ് പറയുന്നത്. തന്മൂലം അവനെ വധിക്കുവാൻ അവർ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാപത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്റെ പിതാവെന്ന് വിളിച്ചു. അപ്പൊ യേശു പറയുകയാണ്, പിതാവ് പ്രവർത്തനനിരതനാണ്, ഞാനും പ്രവർത്തനനിരതനാണെന്ന് പറഞ്ഞപ്പോ പോയിന്റ് അവർക്ക് ക്ലിയറായി. ദൈവം പറഞ്ഞത് നിസ്സാര കാര്യമില്ല, ദൈവമാണെന്നാ പറഞ്ഞേന്ന്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുത്രന്റെ അധികാരം പറയാം. ആ വചനം തൊട്ട് വായിക്കണം. യേശു പറഞ്ഞു,
സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. പിതാവ് എന്ത് ചെയ്യുന്നത് അത് കാണുകയല്ലാതെ ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പോയിന്റ് കണ്ടോ? പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് എന്തൊക്കെ ചെയ്യും? പ്രപഞ്ചം സൃഷ്ടിക്കുന്നു, അതൊക്കെ പുത്രനും ചെയ്യുന്നു. കാരണം ഇവർക്ക് ഒരു 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 വില്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. എന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. അടുത്തത്, പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്ന പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. തൻ്റെ ദൈവത്താണ് യേശു പറയുന്നത്. പിതാവ് എങ്ങനെയാണോ പുത്രൻ മരിച്ചവരെ ഏൽപ്പിക്കുന്നത് അതുപോലെ ഞാൻ ഏൽപ്പിക്കുന്നു. അതുപോലെ കഴിവുണ്ട്, ദൈവമാണ്. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്താ കാരണം? നമ്മൾ വിധിക്കാൻ വരുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച് കാണിച്ചു എന്നുള്ള വ്യക്തിയാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ അടുത്ത് പറയണേ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, മനുഷ്യനായിട്ട് സൃഷ്ടിച്ച കാരണം എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു പറയും, ഞാനെന്നല്ല വിധിക്കുന്നത്, ഞാൻ എന്തൊക്കെ ചെയ്ത് കാണിച്ചുള്ള വ്യക്തിയാ. യേശു ക്രിസ്തു എന്നാ മനുഷ്യൻ പറയും, മനുഷ്യൻ. അതുകൊണ്ട് വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുക. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെ ആദരിക്കേണ്ടതിനാണ് ഇത്. പിതാവായ ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് ആദരിക്കുന്നത്? ആരാധിച്ച്. അതുപോലെ എന്ത് ചെയ്യണം? പിതാവിനെ ആദരിക്കുന്ന പോലെ തന്നെ പുത്രനെയും ആദരിക്കണം. ഇതുപോലെ പറഞ്ഞ പോലെ എന്നെ ആരാധിക്കൂ എന്ന് യേശുക്രിസ്തു ഇങ്ങനെയൊക്കെ പറഞ്ഞ പോലെ യഹൂദന്മാരോട്. ഇന്ത്യയിലല്ല, ഇസ്രായേലിലാണ്. അവിടെ ദൈവമാണ് എന്നെ ആരാധിക്കുന്നത് പറഞ്ഞ് കല്ലെറിഞ്ഞു കൊല്ലും. ആ ലെവലിലെ കാര്യങ്ങൾ അവിടെ പറയാ, പിതാവിനെ ആദരിക്കണ പോലെ പുത്രനെയും ആദരിക്കണം എന്ന് പറയുമ്പോൾ യേശു അവിടെ ഡിബേറ്റ് ചെയ്യാണ് യഹൂദന്മാരോട്, തർക്കിക്കുകയാണ്. ഇനി അടുത്തത് 25-ാമത്തെ വാക്യം. സത്യസത്യമായി എന്നോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ലാത്ത വന്നു കഴിഞ്ഞു. യേശുവിന്റെ കുരിശുമരണത്തെ പറ്റി പറയാമോ? എന്നാൽ പിതാവ് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. ഇനി 30-ാമത്തെ വാക്യം. സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എന്റെ വിധി നീതിപൂർവകമാണ്, കാരണം എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ ഇഷ്ടങ്ങൾ മുഴുവൻ എന്താ? പിതാവിന്റെ ഇഷ്ടങ്ങളുമായി ഒന്നാണ്. അതാണ് യേശു ക്രിസ്തു രക്ഷാകര കർമ്മത്തിന് വേണ്ടി ഭൂമിയിൽ ചെയ്യുന്നത്. അപ്പൊ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, അവനൊരു മാനുഷിക മനസ്സുണ്ട്. ആ മനസ്സ് ദൈവിക മനസ്സുമായി അനുരൂപപ്പെട്ടിട്ടില്ല. അതാണ് യേശുവിന്റെ പ്രാർത്ഥന. യേശു പ്രാർത്ഥിക്കാൻ മലയിൽ കയറി പ്രാർത്ഥിച്ചു. ദൈവം നേരെ പ്രാർത്ഥിക്കണേ. യേശു ക്രിസ്തുവിന് ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ ദൈവവുമായി ഐക്യപ്പെടുകയാണ്. അതാണ് പ്രാർത്ഥന. നമുക്കുള്ള മാതൃകയും കൂടിയത്. അവന്റെ സ്വഭാവം, അവന്റെ പ്രാർത്ഥന എന്താണെന്ന് അറിയാൻ വേണ്ടി 3 പേര് അവന്റെ കൂടെ ചെന്നു. എങ്ങോട്ടാ ചെന്നത്? താബോർ മലയുടെ മുകളിലേക്ക്. അവിടെ ചെന്നപ്പോ രംഗം മാറി. അവന്റെ പ്രാർത്ഥന ഒരു 3 പേര് ശരിക്കും കണ്ടത് അപ്പോഴാണ്. അവൻ പുത്രന്റെ മഹത്വത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ച് സ്വർഗം താഴ്ന്ന് ഇറങ്ങി വന്ന് അത് വിശുദ്ധാത്മാക്കൾ വരെ വന്നു. വിശുദ്ധരാവനോട് സംസാരിക്കുക, മോശയും ഏലിയായി. ഇതാണ് കർത്താവിന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു ദൈവമാണെങ്കിലും പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? അവരിലൊരു മനുഷ്യനുള്ളത് കൊണ്ട് ആ മനുഷ്യൻ ദൈവവുമായി ഒന്നായി ചേരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനാണ്. എങ്കിലും അതൊരു മനുഷ്യനെന്ന നിലയിൽ ദൈവം യേശു ക്രിസ്തു ചെയ്യുന്ന പ്രവൃത്തി. ഇത്രയും ക്ലിയർ ആയല്ലോ? ഏത് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നത്, യേശു ക്രിസ്തു ഒരു മാനുഷിക മനസ്സുണ്ട്, അത് ദൈവിക മനസ്സുമായി അനുരൂപപ്പെടണം. അതാണ് പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? ദൈവമായ സംസാരമാണ് പ്രാർത്ഥന. മറ്റു മതങ്ങളെ സംബന്ധിച്ചുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് യാചന മാത്രമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ എന്തോ ഒരു അഭംഗിയുള്ളത് പോലെ തോന്നുന്നു. പക്ഷെ യേശുവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പിതാവുമായി ഒന്നായിട്ട് ഇരിക്കലാണ്.
പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിന്റെയും ആ ഒന്നാകൽ, ആ മനുഷ്യ ശരീരവും മാനുഷിക മനസ്സും കൂടി ഒന്നായിട്ടിരിക്കുന്ന ആ ഒരു സംഭവത്തെ പറയുന്ന പേരാണ് പ്രാർത്ഥന. അതാണ് താപോർ മലയിൽ നമുക്ക് കാണുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ നിങ്ങൾ ശ്രവിക്കുവിൻ. യേശുക്രിസ്തു ദൈവിക മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. ഗെത്സമേൻ തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ മാലാഖമാർ എടുത്തു വരുന്നത്. ഇത് രണ്ട് ശിഷ്യന്മാർ കാണുന്നത് പ്രാർത്ഥന, വിജയനത്തിലുള്ള രണ്ട് പ്രാർത്ഥന കാണുന്നത്. താബോർ മലയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ അടുത്ത് മോശയും ഏലിയായും വരികയാണ്. അവരോട് യേശു പറയുകയാണ്, ജെറുസലേമിലേക്കുള്ള കടന്നു പോകൻ എന്ന് പറഞ്ഞ എന്താ? കുരിശുമരണം. ആരോടാ പറയുന്നത്? യേശു ക്രിസ്തു മോശയോടും ഏലിയായോടും. വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാൻ പാടോ? യേശു പ്രാർത്ഥിച്ചിട്ടുണ്ട് വിശുദ്ധന്മാരോട്, മോശയോടും ഏലിയായോടും കുരിശുമരണത്തെ പറ്റി സംസാരിച്ചു. കാരണം സ്വർഗവുമായുള്ള ബന്ധമാണ് പ്രാർത്ഥന. അല്ലാതെ ഞാനും ദൈവവും മാത്രം തമ്മിലുള്ള ബന്ധമല്ല. സ്വർഗഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതാണ് പ്രാർത്ഥന. ഞാൻ സ്വർഗവുമായി ബന്ധപ്പെടുന്നതാണ് പ്രാർത്ഥന. സ്വർഗത്തിൽ എല്ലാവരും ഉണ്ടെന്നേ, വിശുദ്ധരും മാലാഖമാരും ഒക്കെ ഉണ്ട്. നമ്മുടെ പ്രാർത്ഥന സ്വർഗീയമാകുമ്പോൾ അവരൊക്കെ വരും. അവരുടെ ഐക്യത്തിൽ ഒന്നാമനാണ് പ്രാർത്ഥന. നമ്മൾ യാചന മാത്രമായതുകൊണ്ട് നമ്മുടെ വിചാരം പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാചന മാത്രമാണ്. അപ്പൊ യാചിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നില്ല എന്നാണ്. പക്ഷെ ദൈവം നമ്മോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ദൈവത്തിന്റെ പ്രാർത്ഥന ദൈവം നമ്മോട് പഠിക്കും, നമ്മൾ ദൈവത്തോട് പഠിക്കും, ഒന്നാകുന്നു, ഐക്യപ്പെടുന്നു. അതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയുണ്ട്, പിതാവുമായി ഐക്യപ്പെടലുണ്ട്. യേശുക്രിസ്തു പറയുന്ന വചനാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി സുവിശേഷം അങ്ങനെ അവതരിപ്പിക്കുന്നത്. പ്രവാചകന്മാർ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലേ. പ്രവാചകന്മാർ എന്താ പറയുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുഖവര പറയാൻ. യേശുക്രിസ്തു കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? കാരണം എന്താ? കർത്താവാണ് ഈ പറയുന്നത്, ആ കർത്താവാണ് ഈ പറയുന്നത്. അതുകൊണ്ട് യേശു എന്ന് പറഞ്ഞു. കർത്താവ് അരുളി ചെയ്തു പറയില്ല, ഞാൻ പറയുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ഈ പറയുന്നത്, ആ കർത്താവാണ് ഈ ഞാൻ തന്നെ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ കണ്ടിരുന്നത് പറയുന്നത്. ഇവൻ അധികാരത്തോട് പ്രസംഗിക്കുന്നല്ലോ. ഈ ഞാൻ തന്നെ എന്നുള്ള അധികാരമാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ പിടിക്കാൻ വരുമ്പോൾ, ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് യേശുവിനെ പിടിക്കാൻ വരുമ്പോൾ എന്താ സംഭവിച്ചത്? നിങ്ങൾ ആരന്വേഷിക്കുന്നു? നസ്രായനായ യേശുവിനെ. അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞ നിമിഷം അവർ തലയിട്ട് വീണു. എന്താ കാരണം? ഞാൻ തന്നെ എന്ന് പറഞ്ഞ ദൈവമാണെന്ന് ഈ പറഞ്ഞത്. ഞാൻ തന്നെ. അങ്ങനെ 2 പ്രാവശ്യം തലയിട്ട് വീണു. ശിഷ്യന്മാരാ ഗ്യാപ്പിലാണ് ഓടിപ്പോണത്. അതാണ് നമ്മൾ പറയുന്നത് സ്വയം ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി. ഹല്ലേലൂയ. അപ്പൊ യേശു ദൈവമാണെന്ന് വളരെ സ്പഷ്ടമായി ഇപ്രകാരം പറയുന്നുണ്ട്. യാഹ്വയാണെന്ന് സ്പഷ്ടമായി പറയുന്നുണ്ട്. യേശു യഹൂദന്മാരോട് വാദിക്കുന്നുണ്ട്. അങ്ങനെ വാദിക്കുമ്പോൾ അവർ കല്ലെറിയാൻ ശ്രമിക്കുന്നത്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, ഞാനാകുന്നു ലോകത്തിന്റെ പ്രകാശം. ശരിക്കും അങ്ങനെയാണ്. ഞാനാകുന്നു ലോകത്തിന്റെ പ്രകാശം. എന്താ ഈ ലോകത്തിന്റെ പ്രകാശം എന്ന് ഉദ്ദേശിച്ചത്? പരിശുദ്ധി, ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാനാകുന്നു ജീവന്റെ അപ്പം. യേശു ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു 8-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ഈ യഹൂദന്മാരുമായി തർക്കമാണ്. ആ തർക്കം എന്ന് പറയുമ്പോൾ യേശു പറയുന്നുണ്ട്, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും. നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ല, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു. എന്നാൽ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാൻ തന്നെ. 8:28 പറഞ്ഞു. യോഹന്നാൻ 8:28 പറയുകയാണ് ഇതേപോലെ തന്നെ ഞാൻ തന്നെ. ഉടനെ യഹൂദന്മാര് തർക്കിക്കുകയാണ്, യേശുക്രിസ്തുവുമായിട്ട് തർക്കിക്കുമ്പോൾ അവസാനം പറയുന്നുണ്ട്,
58-ാമത്തെ വചനം സത്യസത്യമായി എന്നുള്ളത് പറയുന്നു, അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട്. ഏഗോഎമി, ഇതിനെ പറയുന്നതിന് ഏഗോഎമി. ഗ്രീക്കില് ഞാനാകുന്നു എന്ന് പറയുന്നത് ഏഗോഎമി. ഏഗോഎമി ഇത് നമ്മൾ കാണാൻ സാധിക്കുക പുറപ്പാട് 3:14 സെപ്റ്റിജിന്റ് ബൈബിളിൽ ഏഗോഎമി. അപ്പോൾ അത് ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇവിടെയൊക്കെ ഏഗോഎമി എന്ന് എഴുതിച്ചേക്കാം. ഞാനാകുന്നു, ഗ്രീക്ക് മൂലത്തില് ഞാനാകുന്നു 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 എന്ന് എഴുതിയിരിക്കുക. അപ്പൊ അവസാനം അബ്രാഹത്തിന് മുമ്പേ ഏഗോഎമി. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു. കാരണം അവൻ ദൈവമാണെന്നാണ് പറയുന്നത്. അബ്രാഹത്തിന് മുമ്പുള്ള ദൈവമാണെന്ന് പറയുന്നത് എറിയാൻ കല്ലുകൾ എടുത്തു. യേശു ക്രിസ്തു ദേവാലയത്തിൽ നിന്ന് മറഞ്ഞുപോയി. പ്രൈസ് ലോർഡ്. ഇതാണ് ഇതിൻ്റെ യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയുന്നത്. യേശു ക്രിസ്തു മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞു. അവൻ അബ്രാഹത്തിന്റെ സന്തതി, അവൻ സ്ത്രീയുടെ സന്തതി, ദാവീദിന്റെ സന്തതി, ദാവീദിന്റെ സന്തതിയുടെ സന്തതി എന്ന് പറഞ്ഞാൽ മറിയത്തിന്റെ സന്തതി. സ്ത്രീയിൽ നിന്ന് ശരീരമെടുത്ത് ഗർഭം ധരിച്ചു. ഹല്ലേലൂയ. ഇനി അടുത്തത്, ദൈവമാണ് ഇങ്ങനെ ഒരു മനുഷ്യനായി തീർന്നിരിക്കുന്നത്. ദൈവത്തിന് മനുഷ്യന്റെ ഇഷ്ടം ദൈവത്തിന് ഇഷ്ടവുമായി അനുരൂപപ്പെടുത്തി. അതിന്റെ ഫലമായി കുരിശുമരണം, ലോകത്തിന്റെ മുഴുവൻ സഹനങ്ങൾ, ക്ലേശങ്ങൾ മുഴുവൻ അവന്റെ മേളിൽ വീഴും. നശ്വരത്വം മുഴുവൻ കടന്നു വരിക ക്രിസ്തുവിലേക്ക്. ഇങ്ങനെ കടന്നു വരുന്നതിന്റെ ഫലമാണ് കുരിശുമരണം. കുരിശുമരണത്തിലൂടെ യേശു ക്രിസ്തു മരിക്കുകയാണ് കേട്ടോ. മരിക്കുകയാണ്. മരണത്തെ തോൽപ്പിക്കുന്നത് എങ്ങനെയാ നമ്മൾ അറിയണം. മരണത്തെ തോൽപ്പിക്കാൻ പോയ ക്രിസ്തു. യേശു ക്രിസ്തു കുരിശുമ്മ കിടക്കുമ്പോൾ ദൈവമാണോ മനുഷ്യനാണോ? പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ദൈവവചനമായി വ്യാപരിച്ചിരുന്നു. അങ്ങനെ ആ സ്പോട്ടിൽ വെച്ചിട്ട്, മരിക്കുന്ന സ്പോട്ടിൽ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു. യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു. രണ്ടും രണ്ടായി. ശരീരം വേറെ, ആത്മാവ് വേറെ. അപ്പൊ ദൈവം ആരുടെ കൂടെ നിൽക്കും? വചനമാകുന്ന ദൈവം ആരുടെ കൂടെ നിൽക്കും? ശരീരത്തിന്റെ കൂടെ നിൽക്കും, ആത്മാവിന്റെ കൂടെ നിൽക്കും. ദൈവം ദൈവമായതുകൊണ്ട് ശരീരത്തിനെയും വിട്ടുപിരിയുന്നില്ല, ആത്മാവിനെയും വിട്ടുപിരിയുന്നില്ല. ഇതാണ് എൻ്റെ ഉത്തരം. ശരീരത്തിനെയും വിട്ടുപിരിയുന്നില്ല, ആത്മാവിനെയും വിട്ടുപിരിയുന്നില്ല. അപ്പൊ ശരീരം മൃതശരീരം, യേശു ക്രിസ്തുവിന്റെ മൃതശരീരം കല്ലറയിൽ സംസ്കരിച്ചു. ആ മൃതശരീരത്തിൽ ആരുണ്ട്? ദൈവമുണ്ട്, ദൈവവചനമുണ്ട്. ആത്മാവ് പാതാളത്തിലേക്ക് ചെന്നിറങ്ങി. ആ ആത്മാവിലും ആരുണ്ട്? ദൈവവചനമുണ്ട്. വിട്ടുപിരിയുന്നില്ല. ശരീരത്തിൽ വിട്ടുപിരിയില്ല, ആത്മാവിന് വിട്ടുപിരിയില്ല. അതുകൊണ്ട് പൗരസ്ത്യ സഭയിലെ ആ കീർത്തനങ്ങളിൽ അഭിപ്രായമുണ്ട്, നിശബ്ദമായിരിക്കുക ഈ ദുഃഖ ശനിയാഴ്ച പ്രാർത്ഥനയിൽ. കാരണം ദൈവം ഉറങ്ങുന്നു. ആ ശരീരത്തിലും ആരുണ്ട്? ദൈവവചനം വ്യാപരിക്കുക. ആത്മാവിലും ദൈവവചനം വ്യാപരിക്കുക. അപ്പോൾ ആ ദൈവവചനം പാതാളത്തിൽ ചെന്നപ്പോ, പാതാളത്തിൽ കുറെ ആത്മാക്കളുണ്ട് അല്ലേ? ആത്മാക്കൾ ചെന്ന് അവിടെ അടുത്ത് ചെന്നപ്പോ അവരോട് പറഞ്ഞു, ഇതാ സമയമായി, രക്ഷ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു, സുവിശേഷം പ്രസംഗിക്കപ്പെട്ട. അവിടെ സുവിശേഷം ആരാണ്? ക്രിസ്തു. യേശു ക്രിസ്തു എവിടെയുണ്ടോ, ജീവന്റെ വൃക്ഷം എവിടെയുണ്ടോ അതിനെയാണ് പറുദീസ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ യേശു ക്രിസ്തു എവിടെയുണ്ടോ അവിടെയാണ് ദൈവരാജ്യം. അതാണ് പറുദീസ. അപ്പൊ യേശു ക്രിസ്തു എവിടെയുണ്ട്? യേശു ക്രിസ്തു കുരിശിന്മേലുണ്ട്, മരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ല ആളുകൾ പറയുന്നത്, നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. യേശു ക്രിസ്തു കടന്നതിലെന്ത് പറുദീസയാ? അപ്പൊ പാതാളം ഒരു പറുദീസയായി മാറുകയാണ് എപ്പോൾ? യേശു അവിടേക്ക് വരുമ്പോൾ, പാതാളത്തിലേക്ക് വരുമ്പോൾ. അനിൽക്കൊടുത്തോട്ടും പാസ്റ്റർ പാതാള പറുദീസ എന്നുള്ള വാക്കുപയോഗിച്ച് ഒരു ഡിബേറ്റ് ചെയ്തു. ഡിബേറ്റ് ചെയ്തപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, അത് പെന്തക്കോസ്ത് വിശ്വാസമല്ല ഈ പറഞ്ഞ പാതാള പറുദീസ എന്നുള്ള വാക്ക്. പക്ഷെ പഴയ ആ പുസ്തകങ്ങളിൽ റെഫർ ചെയ്തപ്പോൾ അങ്ങനെ സംഭവം കണ്ടപ്പോൾ ആള് പറഞ്ഞു, പെന്തക്കോസ്തുകാർ മുഴുവൻ ആൾക്കെതിരെ ക്ലബ് ഹൗസിലുണ്ടായൊരു വിഷയം. നമ്മളത് ഏറ്റെടുത്തു. ഇതാ കാത്തലിക് വിശ്വാസം പറഞ്ഞിരിക്കുന്നതെന്ന്. പാതാളത്തിലേക്ക് യേശു ക്രിസ്തു ഇറങ്ങി.
അപ്പോൾ ദൈവവചനം അവിടെ ഇറങ്ങി വന്നപ്പോൾ അത് സ്വർഗമായി മാറാണ് പറുദീസ, പാതാളം. അപ്പോൾ ഇങ്ങനെ പറയുന്നത്, ആദം യേശുവിനെ വരവേറ്റു. എങ്ങനെ വരവേറ്റു? ആ പാട്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് മധ്യ പാടുന്നത്. സർവാധിപനം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശ്വനാഥ വിനയമോടെ നിന്നെ പുകഴ്ത്തുന്നു, നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. പിന്നെന്താ പറഞ്ഞത്? നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നുവല്ലോ. ഇതാണ് ആദത്തിന്റെ പാട്ട്, സർവാധിപനം കർത്താവ് എന്നുള്ള പാട്ട്. അവിടെയാണ് യേശു ക്രിസ്തുവിന്റെ പാതാളത്തിലുള്ള വരവ്. അവരോട് സൂചിച്ചിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എത്ര നേരം പിടിച്ചേക്കാൻ പറ്റും? സൃഷ്ടി കഴിഞ്ഞ് ഒരു ദിവസത്തെ വിശ്രമം, രക്ഷ കഴിഞ്ഞ് ഒരു ദിവസത്തെ വിശ്രമം, വെള്ളി ശനി ഞായർ ഒരു ദിവസം വിശ്രമം. സാബത്ത് കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു അവിടെ നിന്ന് വരികയാണ്. എവിടെ നിന്ന്? പാതാളത്തിൽ നിന്ന് കർത്താവിൻ്റെ ആത്മാവ് വരുന്നു, കല്ലറയിൽ നിന്ന് ശരീരം വരുന്നു. കാരണം അതിൽ ദൈവം ഇരിക്കുക. എൻ്റെ ആത്മാവിനെ അംഗീകാരങ്ങളിൽ എന്താ വചനം? അങ്ങന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങനെ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയുമില്ല. ആ വചനമാണ് യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലും. അവിടെയും ദൈവം നിൽക്കുന്നു, ഇവിടെയും വിട്ടുപോകുന്നില്ല. അത് ഒന്നാക്കപ്പെടുന്നു. ശരീരവും ആത്മാവും ചേർന്ന് ഒന്നാക്കപ്പെടുന്നു. യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ്. അങ്ങനെ പാതാളം പൊളിഞ്ഞു. പാതാളത്തിൽ പോയ ഒരു ആത്മാവ് തിരിച്ചു വന്നിരിക്കുന്നു. പാതാളത്തേക്ക് പോയ ഒരു മനുഷ്യാത്മാവ് തിരിച്ചു വന്നിരിക്കുന്നു. അതുവരെ പാതാളത്തിൽ പോകുന്നത് നാശമാണ്. ഇതാ പാതാളത്തിൽ പോയ ഒരു ആത്മാവ്, മനുഷ്യാത്മാവ് തിരിച്ചു വന്നു. ആരുടെ ആത്മാവ്? യേശു ക്രിസ്തുവിന്റെ ആത്മാവ്. അതുകൊണ്ട് അവിടെയുള്ള വിശുദ്ധര് മാത്രം, പാതാളത്തിലുള്ള വിശുദ്ധരെല്ലാം പുറത്തേക്ക് ഇറങ്ങി വന്നു. അതുകൊണ്ടാണ് പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു, കുറെ ആത്മാക്കൾ കുറെ പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഈ ആത്മാക്കളെല്ലാം ശേഖരിക്കപ്പെടുകയാണ്. കൊളോസസ് 3:3 എന്താ വചനം? കൊളോസസ് 3:3 നിങ്ങൾ മൃതി അടയുമ്പോൾ എന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. എന്താ വചനം? നിങ്ങൾ മൃതരായിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ ജീവൻ, ആത്മാവ്, ജീവനും ആത്മാവിനും ഗ്രീക്കിലും ഒറ്റ വാക്കാം, ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ഈ മനുഷ്യരീരത്തിലെ ഒരു മനുഷ്യശരീരമുണ്ട്. നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം വിട്ടുപോയാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വേറൊരു ശരീരമുണ്ട്. ആരുടെ ശരീരം? യേശു ക്രിസ്തുവിന്റെ ശരീരം. ഇപ്പൊ യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ മരിച്ചതിന് ശേഷം എൻ്റെ ആത്മാവ് യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ വസിക്കും. അതാണ് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. യോഹന്നാൻ 14:1 പറയാം, ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ബിൽഡിംഗ് പണിയാനല്ല പോണത്. പെന്തോസ്തേർ അതിനൊക്കെ ബിൽഡിംഗ് ആക്കി വെച്ചിരിക്കുന്നത്. കുറെ കെട്ടിടങ്ങളും റൂമുകളൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ ഒരു പറയലേ. അതല്ല, നാളെ സ്കെറ്റോളജി പറയുമ്പോൾ പറയാം. യേശുവിൻ്റെ ശരീരമാണ്, അതിൽ മുറിവുകളാണ്, അവിടെ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രതിഷ്ഠനാകുമ്പോൾ അവൻ്റെ കൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രതിഷ്ഠപ്പെടും. യേശുവിന്റെ 2ാം വരവിലെ യേശു ക്രിസ്തുവിൻ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്ന ആത്മാക്കൾ കടന്നു വരും. അതാണ് യൂദായുടെ ലേഖനത്തിന്റെ വിശുദ്ധരോട് കൂടെ കടന്നു വരുമെന്ന് പറയാനുള്ള കാരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ആത്മാവും യേശു ക്രിസ്തുവിന്റെ ശരീരവും ഒന്നാക്കപ്പെട്ടു. അതാണ് ഉയർപ്പ്. അപ്പൊ ഇതിന് പറയുന്ന പേരാണ് ദൈവം എന്തുകൊണ്ടാ ഈ ശരീരത്തെയും ആത്മാവിനെയും വിട്ടുപോകാതെ പിരിയാതെ നിന്നത്? ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനാണ്. ഒന്നാക്കപ്പെട്ട യൂണിയൻ. വേർതിരിക്കാൻ പറ്റാത്തത്, മിക്സ് ചെയ്യാൻ പറ്റാത്തത്. അതിന് പറയാ ദൈവം മനുഷ്യനായി ഒന്നിച്ചു നിന്നപ്പോൾ പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനായി. അത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനായി. അത് മിക്സിംഗ് അല്ല, മിശ്രിതമല്ല. കുറച്ചു ഭാഗം ദൈവം, ഈ യേശുക്രിസ്തുവിന്റെ തല മുതൽ വയറുവരെ ദൈവം, കാല് മുതൽ അങ്ങോട്ട് മനുഷ്യൻ, അങ്ങനെയല്ല. അല്ലെ ഇടക്ക് ദൈവം വരുന്നു, ഇടക്ക് ദൈവം പോകുന്നു, അങ്ങനെയല്ല. യേശുക്രിസ്തു കുരിശുകൾ നടക്കുമ്പോൾ അത് ഇങ്ങനെയുള്ള ഹെരസികളുണ്ട്. യേശുക്രിസ്തു ജനിക്കുമ്പോൾ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ദൈവത്തിന്റെ ആവശ്യമില്ല. ബാലനായ യേശു ദേവാലയത്തിൽ പഠിപ്പിക്കുമ്പോൾ അപ്പോൾ ദൈവം അതിൻ്റെ ഉള്ളിൽ കയറി വന്നു.
പിന്നെ പോയി. പിന്നെ 30-ാം വയസ്സിൽ സ്നാപകമാണെന്ന് മാമോ സ്വീകരിക്കുന്ന സമയത്ത് ദൈവം അവനുള്ളിൽ കയറുന്നു വന്നു. കുരിശുവും മരിക്കുന്ന തൊട്ട് മുമ്പ് ഗെത്സമനോടത്തിൽ വെച്ചിട്ട് ദൈവം അവന് വിട്ടുപോയി. അതുകൊണ്ടാണ് യേശു ക്രിസ്തു എൻ്റെ ദൈവം എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞത് എന്ന് പറയാ. എന്നിട്ട് പിന്നെ ഉയർക്കുന്ന സമയത്ത് വീണ്ടും തിരിച്ചു വന്നു. ഇങ്ങനെ സ്വിച്ചിട്ട പോലെ പൂലും വരിലായിട്ടാണ് പെന്തക്കോസ്തുകാർ ഇതിനെ കാണുന്നത്. ഇതൊക്കെ ഓരോ ഹെരസികളാണ്, ഹെരസികളും പറയാം. പക്ഷെ യേശു ക്രിസ്തു തമ്മിലുള്ള ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, ആ മനുഷ്യ ശരീരത്തെ വിട്ട് ദൈവം വചനം വിട്ടു പോകുന്നില്ല, ചേർന്നിരിക്കുക. എപ്പോ മുതലേ? മറിയത്തിന്റെ ഉദയത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ ആ മനുഷ്യ ശരീരത്തെ ദൈവവചനം വിട്ടുപോയിട്ടില്ല. ഇപ്പൊ സ്വർഗത്തിലിരിക്കുമ്പോൾ അങ്ങനെ തന്നെ ഒരു മനുഷ്യ ശരീരം സ്വർഗത്തിലുണ്ട്, വിട്ടുപോയിട്ടില്ല. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇവിടെ എന്താ സംഭവിച്ചത്? മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷത്തിൽ യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ ഒന്നാക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? കുരിശ് മരിക്കുമ്പോൾ ആ ദൈവം മരിക്കുകയാണ്, അവിടെ ദൈവം മരിക്കുകയാണ്. അപ്പോഴും ദൈവവചനം വിട്ടുപോകുന്നില്ല, ഉയർത്തെഴുന്നേൽക്കുമ്പോഴും വിട്ടുപോകുന്നില്ല. മൃതശരീരം, തിരുമൃത ശരീരം കല്ലറയിൽ കിടക്കുമ്പോഴും ആത്മാവ് പാതാളത്തിൽ പോയപ്പോഴും വിട്ടുപോയിട്ടില്ല. അതിനെ പറയുന്നവർ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. ഇതാണ് പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യൻ എന്ന് പറഞ്ഞ അർത്ഥം. അല്ലെങ്കിൽ പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനാവില്ല. 100% മനുഷ്യൻ 100% ദൈവം എന്ന് പറഞ്ഞ പിന്നെ എങ്ങനെയാ ആവുക? പകുതി പകുതി. അപ്പൊ അതിന് പറഞ്ഞ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. ഹല്ലേലൂയ. അത് ഞാൻ ചെറിയ ഉദാഹരണം എടുത്തു. എൻ്റെ ആത്മാവ് ശരീരം മുഴുവനാണ്, എൻ്റെ ശരീരം മുഴുവനാണ്. ഇത് പൂർണ്ണല്ലേ? ശരീരം 100%, ആത്മാവ് 100%. പ്രൈസ് ദി ലോർഡ്. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയും. അങ്ങനെയെങ്കിൽ തിരിച്ചൊരു എഴുതി, അങ്ങനെയെങ്കിൽ മറിയത്തിന്റെ ഉദയത്തിൽ ഉരുവായിരിക്കുന്ന കുഞ്ഞ് ദൈവമാണോ അല്ലയോ? ദൈവമാണെങ്കിൽ അവൾ ഉദരത്തിൽ വഹിച്ചത് ദൈവത്തെയല്ലേ? അപ്പോൾ അവൾ പ്രസവിച്ചത് ദൈവത്തെയല്ലേ? അപ്പോൾ അവൾ ദൈവത്തിന്റെ അമ്മയല്ലേ? അവൾ ദൈവമാതാവല്ലേ? അതാണ് കർത്താവിന്റെ അമ്മ എൻ്റെ അടുക്ക വരുവാൻ ഞാൻ എത്ര ഭാഗ്യവതി എന്ന് എലിസബത്ത് ചോദിച്ചത്. യേശുക്രിസ്തുവിന്റെ ക്രിസ്റ്റോളജി ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ പഠിച്ചു കഴിഞ്ഞാൽ, പിന്നെ സഭയിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? സഭ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ, കാൽസിനോട് സൂനോസിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ, എഫെസസ് സൂനോസിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ, അവിടം തൊട്ട് മറ്റൊരു ദൈവശാസ്ത്ര മേഖല സഭയിൽ തനിയെ തുറക്കുകയാണ്. അത് വിശ്വസിച്ച് തീരും. അങ്ങനെ ക്രിസ്റ്റോളജി വിശ്വസിക്കണമെങ്കിൽ അടുത്ത ദൈവശാസ്ത്ര മേഖല വിശ്വസിച്ച് തീരും. ദൈവശാസ്ത്ര മേഖല എന്താണ്? മരിയോളജി. ഇവിടെയാണ് പരിശുദ്ധ കന്യാമറിയം ഇങ്ങനെ ആയിരുന്നല്ലേ എന്നുള്ള കാര്യം സഭ മനസ്സിലാക്കുന്നത്. ക്രിസ്തു ഇതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, സഭപിതാക്കന്മാർ ക്രിസ്തു ഇതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, ഇപ്പൊ മറിയം ആരാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ ഈശോ മിശിഹ നമുക്ക് വേണ്ടി രക്ഷപ്രദാനം ചെയ്ത് നമ്മെ മുന്നോട്ട് സ്വർഗത്തിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടി, കുരിശിൽ പാടുപുരകൾ സഹിക്കുന്നതിന് വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നു. കർത്താവേ, അങ്ങനെ മനുഷ്യാവതാര രഹസ്യം ധ്യാനിക്കുമ്പോൾ ഞങ്ങളെ രക്ഷയെ ഞങ്ങൾ ധ്യാനിക്കുക. അങ്ങ് കുരിശിൽ മരണമേറ്റെടുത്തതിനെ ഓർത്ത്, സഹിച്ചതിനെ ഓർത്ത്, ഞങ്ങൾക്ക് വേണ്ടി മരണത്തെ തോൽപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നും സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു മധ്യസ്ഥനുണ്ട്, മനുഷ്യനായ യേശു ക്രിസ്തു. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. ഓ ജീസസ്, അങ്ങ് മനുഷ്യകുലത്തെ സ്വർഗത്തോട് നിരപ്പിച്ചു എന്ന് നന്ദി പറയുന്നു. ഓ പരിശുദ്ധമ്മേ മാതാവേ, ഈശോയെ ഉദരത്തിൽ വഹിച്ചവളെ, ദൈവത്തെ ഉദരത്തിൽ വഹിച്ചവളെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന അങ്ങയുടെ ഉദരത്തിൽ ഫലമായ
ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ സമയം 8 മണിയാണ്. ഭക്ഷണം കഴിച്ച് 8:30 വരാം അല്ലേ? 8:30 വരാം. അങ്ങനെ ഒരു ക്ലാസ് മണി കഴിഞ്ഞ് മരിയോളജിയും കഴിഞ്ഞ് ഇന്നത്തെ ടോപ്പിക് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്.